ശബരിമല ദർശനത്തിന് എത്തിയ രാഷ്ട്രപതിയുടെ യാത്രയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ നിലയ്ക്കലിന് പകരം പത്തനംതിട്ട പ്രമാടത്ത് രാഷ്ട്രപതി ഇറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ചക്രങ്ങൾ ഹെലിപ്പാഡിൽ താഴ്ന്നുപോയി. PWD ആണ് ഹെലിപ്പാഡ് രാത്രി വൈകി കോൺക്രീറ്റ് ചെയ്ത ഹെലിപ്പാഡിൽ താഴ്ന്ന ഹെലികോപ്റ്റർ സുരക്ഷാ ജീവനക്കാർ തള്ളിയാണ് മുന്നോട്ട് നീക്കിയത്. സുരക്ഷാ ജീവനക്കാർ, പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അവർ തള്ളി നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അതേസമയം എയർഫോഴ്സ് ജീവനക്കാർ പറഞ്ഞ സ്ഥലത്താണ് ഹെലിപ്പാഡ് തയ്യാറാക്കിയത് എന്നൊരു വിശദീകരണമാണ് PWDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. CK അഭിലാൽ വിവരങ്ങളുമായി ചേർന്ന അഭിലാൽ, അതിഗൌരവതരമായ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത്. രാഷ്ട്രപതി, രാജ്യത്തിന്റെ പ്രഥമ വനിത, അവർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ അതിന്റെ ചക്രങ്ങൾ താഴ്ന്നു പോകുക, അത് പിന്നീട് തള്ളി നീക്കേണ്ടി വരും. ഓട്ടോയും ബസ്സും കാറും ഒക്കെ ബ്രേക്ക് ഡൌൺ ആകുമ്പോൾ തള്ളി നീക്കുന്ന പോലെ ഹെലികോപ്റ്റർ തള്ളി നീക്കുന്ന ദൃശ്യമൊക്കെ നമുക്ക് നാണക്കേട് കൂടിയാണ്. PWDയുടെ ഉൾപ്പെടെ വിശദീകരണം എങ്ങനെ? രാവിലെ 8:33 പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തുള്ള മൈതാനത്ത് രാഷ്ട്രപതിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നത്. എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ആയിരുന്നു ഇത്. ആകെ 3 ഹെലികോപ്റ്ററുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ മൂന്നാമത്തെ ഹെലികോപ്റ്ററിലാണ് രാഷ്ട്രപതി വന്ന് ഇറങ്ങിയത്. തുടർന്ന് ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിക്കുകയും പിന്നീട് വാഹനത്തിലേക്ക് അവർ കയറി 8:40 വാഹനം വ്യൂഹം പ്രമാടത്തു നിന്നും പുറപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം മാത്രമാണ് ഹെലികോപ്റ്ററിന്റെ ചക്രങ്ങൾ 4 കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് അല്പം താഴ്ന്നിരിക്കുന്നതായി ശ്രദ്ധയിൽ വന്നത്. തുടർന്ന് സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ജീവനക്കാരും ചേർന്ന് സാധാരണഗതിയിൽ ബ്രേക്ക് ഡൌൺ ആവുന്ന വാഹനങ്ങൾ തള്ളി നീക്കുന്നതിന് സമാനമായ രീതിയിൽ ഹെലികോപ്റ്റർ തള്ളി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. അധിക ദൂരത്തിലേക്ക് കൊണ്ടുപോയി എന്നതിന് അർത്ഥമില്ല. ഹെലികോപ്റ്റർ ഇറക്കിയ ഹെലിപ്പാഡിൽ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ ചെയ്തത് ഏറെ വൈകിയാണ്. ചുരുക്കത്തിൽ 12 മണിക്കൂർ സമയം പോലും കോൺക്രീറ്റ് ചെയ്തിട്ട് പൂർത്തിയാകുന്നതിന് മുൻപാണ് ഹെലികോപ്റ്ററുകൾ ഈ സ്ഥലത്തേക്ക് ഇറക്കേണ്ടി വന്നത്. ആദ്യഘട്ടത്തിൽ തീരുമാനമെടുത്തിരുന്നത് നിലയ്ക്കൽ ആയിരുന്നുവെങ്കിൽ പകരം സംവിധാനം എന്നുള്ള നിലയിൽ പൊടുന്നനെ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികളാണ് നടന്നത്. അതേ സംബന്ധിച്ചുണ്ടായ പോരായ്മകളാണ് വന്നു ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് അനൌദ്യോഗികമായി വിശദീകരിക്കുന്നത്. എയർഫോഴ്സിന്റെ അടക്കം നിർദ്ദേശപ്രകാരം പണികൾ ചെയ്തു എന്നുള്ളതാണ് PWD അധികൃതർ വിശദീകരിക്കുന്നത്. അതിഗൗരവകരമായ സ്ഥിതിവിശേഷം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ഒരു പൊതുവായ വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ചും പ്രഥമ വനിതയുടെ സഞ്ചാരമാണ് അതിനുപയോഗിച്ച ചോപ്പറാണ് ഇത്തരത്തിൽ താഴ്ന്നു പോകുന്ന സ്ഥിതി ഉണ്ടായത്. അതായത് ഇത്ര ലാഘവത്തോടു കൂടി ഈ ഒരു പ്രഥമ വനിതയുടെ ഒരു പരിപാടി, ഒരു സന്ദർശനത്തെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് കാര്യം. മഴയുണ്ടായിരുന്നു, കാലാവസ്ഥ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരു നിലയ്ക്കൽ ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ പ്ലാൻ ബി എന്നുള്ള നിലയിലായിരിക്കാം ഈ പ്രമാണത്തേക്ക് എത്തിയത്. പക്ഷേ ഇത്രത്തോളം ലാഘവത്തോടു കൂടി എങ്ങനെയാണ് കാണിക്കുക? ഒരു സുരക്ഷാ വീഴ്ച എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യം ഇപ്പം PWD പറയുന്നു എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ചെലി ഉണ്ടാവരുത്, പൊടി പറക്കരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല. കാര്യം ഇത്രയും ലാഘവത്തോടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ വീഴ്ച തന്നെയാണ്. ഇപ്പോൾ തന്നെ വലിയ നടക്കേണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തായാലും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുള്ള കാര്യത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകും. ഉദ്യോഗസ്ഥരുടെ വീഴ്ച പരസ്പരം പഴിചാരിട്ട് കാര്യമില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു വീഴ്ച വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. കാര്യം ഇന്ത്യയുടെ പ്രഥമ വനിതയായിട്ടുള്ള ആൾ വരുന്ന സമയത്തും അവർ ഒരു സഞ്ചാരത്തിന്റെ ഒരു പ്രശ്നം മാത്രമല്ല, സുരക്ഷാ പ്രശ്നം കൂടിയുള്ള ഒരു വിഷയമാണത്. ജില്ലാ ഭരണകൂടമാണ് പൊതുമരാമത്ത് വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്കായി നിർദ്ദേശം നൽകുന്നത്. തുടർന്ന് എയർഫോഴ്സ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ അവർ ചൂണ്ടിക്കാണിച്ച ഇടത്താണ് ഹെലിപ്പാഡ് തയ്യാറാക്കിയത് എന്നാണ് ഇതിനൊക്കെ കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ടല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ വളരെ പ്രത്യേകമായ സുരക്ഷാ ക്രമീകരണങ്ങളാണല്ലോ. നേരത്തെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തുന്നു, സ്ഥലം ഉൾപ്പെടെ വിലയിരുത്തുന്നു, യാത്ര ചെയ്യുന്ന പാത പരിശോധിക്കുന്നു, സുരക്ഷിതമാണോ എന്ന് വിലയിരുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി റിപ്പോർട്ടുകൾ, രഹസ്യ സ്വഭാവമുള്ള നിരവധി റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകളുടെ അംഗീകാരം, അതിന്റെ തുടർച്ചയായിട്ടാണല്ലോ ഈ സന്ദർശന പരിപാടിയൊക്കെ നടക്കുക. പെട്ടെന്നുള്ള സന്ദർശനമാണെങ്കിൽ പോലും അതിവേഗത്തിൽ രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ അക്കാര്യങ്ങൾ വിവരങ്ങൾ ശേഖരിക്കാറുണ്ടല്ലോ. ഇപ്പോൾ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അപ്പോൾ പകരം ക്രമീകരണങ്ങൾ നേരത്തെ എന്തുകൊണ്ട് ഏർപ്പെടുത്തിയില്ല എന്ന കാര്യത്തിൽ PWD ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ഇപ്പോൾ കാലാവസ്ഥ മോശമാണെങ്കിൽ മറ്റിടത്ത് ഇറക്കേണ്ടി വരിക എന്നതൊക്കെ സ്വാഭാവികമായ നടപടിയാണല്ലോ.
ഇതിനകത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നിർവഹണ ഏജൻസി മാത്രമായിരുന്നു PWD എന്നുള്ളതാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ പക്കൽ നിന്നും നിർദ്ദേശം ലഭിക്കുന്നു. ഏറെ വൈകി രാത്രി 1 മണിയോ അല്ലെങ്കിൽ അതിനോട് അടുത്ത സമയത്ത് കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയാകുന്നു. ഈ സമയത്ത് അടക്കം എയർഫോഴ്സിന്റെ അടക്കം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. അതേസമയം ഞാൻ നേരിൽ കണ്ട മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. രാവിലെ 7 മണി സമയത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം അവിടെ എത്തുന്ന ഘട്ടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതായത് ഹെലിപ്പാഡിൽ എച്ച് എന്നുള്ള അടയാളം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ കോൺക്രീറ്റ് പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഉറച്ചിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത ഏതൊരാൾക്കും തോന്നാവുന്ന ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് എന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരേണ്ടത്. മറ്റൊന്ന്, ഏത് സമയത്ത് രാഷ്ട്രപതി ഗവർണറുടെ വസതിയിൽ നിന്ന് പുറപ്പെടണം, എങ്ങനെയായിരിക്കണം യാത്ര, ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷയുടെ ക്രമീകരണങ്ങൾ ഏത് നിലയിലാണ്, എല്ലാം പ്ലാൻ ചെയ്ത പ്രകാരമാണ് എന്ന് ആവർത്തിച്ചുറപ്പാക്കാനുള്ള സംവിധാനം വരെയുള്ള ക്രമീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യാവസാനം ഉണ്ടാകേണ്ടത്. അത്തരത്തിൽ ഗൗരവകരമായ രീതിയിലുള്ള സുരക്ഷയുടെ വിഷയങ്ങളൊക്കെ തന്നെ മുൻനിർത്തി ഉള്ള യാത്രയാകുമ്പോൾ അത്തരത്തിൽ സുരക്ഷയുടെ ക്രമീകരണങ്ങൾ വിലയിരുത്തേണ്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നടക്കം വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കണക്കാക്കേണ്ടി വരും. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരുന്നത്. യാത്രയ്ക്ക് ഉപയോഗിച്ചത് എയർഫോഴ്സിന്റെ വാഹനമാണ്. മറ്റൊന്ന്, സുരക്ഷയുടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതൊക്കെ തന്നെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷയുടെ ചുമതലയുള്ള ഏജൻസി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ലെവലിൽ തന്നെയുള്ള ഒരു പരിശോധന ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കണക്കാക്കാം. CK അഭിലാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ യാത്രയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.